ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ. എല്ലാവർക്കും സുഖല്ലേ? യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, സമ്പൽ സമൃദ്ധിയെ നിങ്ങൾ നിറയട്ടെ, ദീർഘായുസം പൂർണ്ണ ആരോഗ്യമൊക്കെ യേശുവിന്റെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടട്ടെ. മക്കളൊക്കെ ക്രിസ്തു യേശു ലോകപ്രശസ്തരാകട്ടെ. മക്കളുടെ മക്കളെയൊക്കെ കാണാനും അവരുടെ നന്മ അനുഭവിക്കുവാനും കാണുവാനും ഒക്കെ യേശുവിനെ നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. ആ പ്രത്യാശ അത് ക്രിസ്തു യേശുവിൽ തന്നേക്കണ പ്രത്യാശ കേട്ടോ. ഇതിങ്ങനെ ചുമ്മാ പറഞ്ഞല്ല, ഇതെല്ലാം യേശുപുരം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതാ. അപ്പൊ ഇതിലുണ്ട് കേട്ടോ, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കുന്നവരായതുകൊണ്ട് ശകാരത്തിന് ശകാരവും ശാപത്തിന് ശാപവും പകരം നൽകാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഒരു നഷ്ടമില്ലാത്ത കാര്യമല്ലേ? പക്ഷെ ഭയങ്കര ജഡസ്വഭാവത്തെ മരിപ്പിക്കണം. നഷ്ടമില്ലാത്ത കാര്യം മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല, വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അതൊക്കെ നല്ല പാടാ. യേശുവിന്റെ കൽപ്പന പ്രമാണിച്ചാല് നമ്മൾ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് അതിരാത്രി വരെ കഷ്ടപ്പെടുന്നവൻ വൃഥാ കഷ്ടപ്പെടുന്നു. തനിക്ക് പ്രസാദമുള്ളവന് അവനത് ഉറക്കത്തിൽ നൽകുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഗിഫ്റ്റ് ഉണ്ട്, അതൊക്കെ വായിക്കും ബൈബിള്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദമുള്ളതെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നവനെന്നാട്ടോ. ആ യേശുവിന്റെ കൽപ്പന പ്രമാണിക്കാൻ, യേശുവിന്റെ വചനം പ്രമാണിച്ചാൽ മതി. യേശുവിനെ പറയാം, ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഞാൻ ഇങ്ങനെ യേശുവിന്റെ വചനം പ്രമാണിച്ച് നടക്കാൻ എന്റെ ഏറ്റവും വലിയ കൊതിയ. ഈ ലോകത്ത് പണക്കാരാകുക, പണം ഉണ്ടാക്കുന്നവനും ഭയങ്കര മിടുക്കന്മാരും ലോകത്ത് ഒത്തിരി ഉണ്ട്. പക്ഷെ യേശുക്രിസ്തുവിൽ നിഷ്കളങ്കയും വിശുദ്ധരും ആകുന്ന മനുഷ്യർ എത്ര പേരുണ്ട്? അതിങ്ങനെയൊക്കെ ആകാൻ പറ്റില്ല. എന്തല്ലേ, എനിക്ക് അങ്ങനെ റെയറായിട്ടുള്ള കാര്യം ഇഷ്ടം. അതൊക്കെയല്ലേ ഒരു ഭാഗ്യം. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ ആകാം. അപ്പൊ ബൈബിൾ വചനം വായിക്കാട്ടോ. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. റോമർ 10:13. യേശുവെ കർത്താവേന്ന് വിളിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവന്റെ കർത്തൃത്വം ഒരു രാജാവിന്റെ കീഴിൽ വരുമ്പോ രാജാവിന്റെ ഭരണകീഴിൽ തന്നെ താമസിക്കേണ്ട വരും. ആ ഭരണത്തിന്റെ കീഴിൽ ആ കൽപ്പനകൾ പ്രമാണിക്കേണ്ടവരും. അപ്പോഴാണ് നമുക്കല്ലാണ്ട് നിവൃത്തിയില്ല. അപ്പൊ യേശുമ്പരാൻ ആക്കി 2021 വർഷമായി ദൈവരാജ്യം സ്ഥാപിച്ചിട്ട് ആ ദൈവരാജ്യത്തിലെ കർത്താവേന്ന് വിളിക്കുന്ന ഏവനിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയാണ് യേശുമ്പരാൻ ഭരണം നടത്തുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ എന്നെയൊക്കെ യേശുമ്പരാൻ ഭരിക്കട്ടെ. അപ്പൊ നമുക്ക് സമാധാനം സ്വസ്ഥതയൊക്കെ, ഒരിക്കലും നശിക്കാത്ത സമാധാനം സ്വസ്ഥതയും കിട്ടും. 1 ദിനവൃത്താന്തം 4:10. ദൈവമേ, എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കിയ നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ മതി. ആമേൻ. അപ്പൊ ദൈവം എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണം. നമ്മൾ പറയുക നമ്മുടെ അപ്പന്റെ കയ്യിൽ അപ്പടി അനുഗ്രഹമുള്ളൂ. അപ്പൊ പറയാം, നിശ്ചയമായിട്ടും എന്നെ അനുഗ്രഹിച്ച് നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് അനർത്ഥവും വരില്ല, വ്യസനകാരണം ഉണ്ടാവൂലെന്നേ. അപ്പൊ ദൈവത്തിനെ അടുത്ത് നിർത്തുന്നതല്ലേ നല്ലത്. നമ്മുടെ പിടിക്ക് ഞാൻ എന്നുള്ള അഹങ്കാരം കൊണ്ട് പോയാൽ ഒത്തിരി അനർത്ഥവും വ്യസനകാരണവും വരും. അപ്പം ബലമായിട്ട് പരിശുദ്ധാത്മാവെ എന്നെ ഭരിക്കണേന്നൊക്കെ പറഞ്ഞുതരാട്ടോ. എഫേസ്യർ 1:4 പറയാം, നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തു യേശുവിൽ തെരഞ്ഞെടുത്തു. അപ്പൊ ക്രിസ്തു യേശുവിൽ കൂടിയുള്ള തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് നമ്മൾ നിഷ്കളങ്കരും വിശുദ്ധരും ആവുള്ളൂ. അപ്പൊ ഇതൊക്കെ ഏത് മനുഷ്യനും സാധിക്കും. അല്ലാണ്ട് ഒരു മദർ തെരേസയോ ഒരു കോതോകലംബാവയോ അങ്ങനെ 1-2 പേര് വിശുദ്ധരല്ല. അവരൊക്കെ യേശുവിന്റെ വചനം പ്രമാണിച്ച് അവരുടെ ദൗത്യം ഏൽപ്പിച്ചിരുന്ന ദൗത്യം നന്നായിട്ട് നിർവഹിച്ചു. നമുക്ക് നിഷ്കളങ്കരും വിശുദ്ധരും അവരായ അവർക്ക് കൊള്ളാം, അവർ സ്വർഗത്തിൽ പോകും. നമുക്ക് നിഷ്കളങ്കരും വിശുദ്ധരും ഒക്കെ ആകണ്ടേ? എനിക്ക് വലിയ കൊതിയാ. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മള് എവിടെ ക്രിസ്തു യേശുവിലായോ അവിടെയൊക്കെ ക്രിസ്തു യേശുവിന്റെ വെളിച്ചവും അനുഗ്രഹവുമായിട്ട് നിൽക്കട്ടെ. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒത്തിരി മേഖലയുണ്ട്. പലരും ടീച്ചറാണ്, പിന്നെ അമ്മ, സഹോദരി, ഭാര്യ, മകള്, ഒത്തിരി ഭൂമിയിൽ ഒത്തിരി ഇങ്ങനെ സ്ഥാനങ്ങൾ തന്നിട്ടില്ലേ? ഇവിടെയൊക്കെ ക്രിസ്തു യേശുവിന്റെ വെളിച്ചമായിട്ട് നമ്മളും ഒക്കെ നമുക്ക് നിൽക്കാം. അങ്ങനെ ആഗ്രഹിക്കാം. മക്കളെ ക്രിസ്തു യേശു വളർത്തിയ അവരുടെ നന്മ അനുഭവിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ DJ പാർട്ടിയും ബോംബെയിലൊക്കെ കണ്ടില്ലേ സിനിമാടന്റെ മോനും ഒക്കെ. അപ്പൊ മക്കളെ ഒരു ബന്ധി കഴിഞ്ഞാൽ പിടിക്കാൻ കിട്ടില്ല കേട്ടോ. കൊച്ചിലെ ആ ക്രിസ്തുവിനെ ഇങ്ങനെ കാണാൻ മണിക്കൂറുകൾ പ്രാർത്ഥിപ്പിക്കണ്ട, എന്നൊക്കെ മടി വരും. അവരോടൊരു ഫ്രണ്ടായിട്ട് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ ക്രിസ്തു യേശുവിലുള്ള അനുഗ്രഹം അവർക്ക് കിട്ടും.
അപ്പൊ ഇന്ന് എന്നതാണെന്ന് വെച്ചാൽ ഒരു കല്യാണ വീഡിയോയും കുറെ മുടിയുടെ വീഡിയോ കാണട്ടോ. മുടി ചെയ്യാൻ വരുന്നവരുടെ ബദ്ധ ശ്രദ്ധയ്ക്ക് ഇത് 4 മണിക്കൂറത്തെ പരിപാടിയാണ്. ഹെയർ റിലാക്സിംഗ് ആണ്. ബ്ലോ ഡ്രൈ വേണമെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യാം. ബ്ലോ ഡ്രൈ ഷോർട്ട് മുടിയല്ലേ പറ്റുള്ളൂ. പിന്നെ ഒരുവിധം വൃത്തിയുള്ള ഒരു മുടിയുടെ കേളൊക്കെ ആയിരിക്കണം. ആ കേള് പിന്നെ വെട്ടിപ്പോകുമ്പോൾ നേരെ തന്നെ വരും. അത് മുടിയുടെ ഇത് നോക്കി നമുക്ക് ചെയ്യാം. കരാട്ടിനല്ല കേട്ടോ, ഇത് കരാട്ടിനല്ല. പിന്നെ ആഫ്റ്റർ കെയർ ഷാമ്പൂ കണ്ടീഷണർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഒരു വിഷമമുള്ള കാര്യം പറയുന്നത് ന്യൂജൻ പരിതാപകരമാണ് അവരുടെ കാര്യം. അവരുടെ ഹെയർ അപ്പടി നനച്ചിരിക്കുക. അമ്മമാരുടെ ബദ്ധ ശ്രദ്ധയ്ക്ക് പിള്ളേർക്ക് ഈ ഫുഡ് കൊടുക്കണ കൂടെ അവരുടെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിച്ച് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഇല്ലാണ്ട് വളർത്തുക. വിറ്റാമിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ വൈറ്റ് ഹെയർ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും കേട്ടോ. ഭയങ്കര പാടാ. പിന്നെ ഈ 2 ആഴ്ച കൂടുമ്പോൾ കളർ ചെയ്യാന്നൊക്കെ പറഞ്ഞേ. പിന്നെ ഓർമ്മക്കുറവ്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വരും. അപ്പൊ നമ്മള് അതെല്ലാം ടെസ്റ്റ് ചെയ്യുക. പിന്നെ മുടി ഊരോ ടെൻഷനുള്ളവർ ആരും ഇത് ചെയ്യാൻ എന്റെ അടുത്ത് വരണ്ട. കാരണം അവരുടെ ഉള്ളിലത്തെ ചിന്ത തന്നെ അവരെ ഭരിച്ചുകൊണ്ടിരിക്കും. ഇത് ചെയ്തിട്ട് ഒരു പേം പോലും ചാവില്ല. അതിന്റെയൊക്കെ എത്ര ദോഷമുള്ള സംഭവം എന്നറിയാം. തലയിൽ കളർ ചെയ്യുക എന്നുള്ളത്. അത് വാരിക്കോരി ചെയ്തിട്ട് മുടിക്ക് കംപ്ലൈന്റ് വരില്ലാത്തവർക്ക് ഇത് ചെയ്താൽ എങ്ങനെ കംപ്ലൈന്റ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിന്തയാണ്. ആൾക്കാർ പറയുകയോ മുടി ചെയ്താൽ മുടി പോകും. അങ്ങനെയുള്ളവരെ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഇത് ചെയ്തിട്ടൊരു പേം പോലും പോകില്ല. പിന്നെ എങ്ങനെ മുടി പൊട്ടിപ്പോവും? അതൊക്കെ നമ്മുടെ ഉള്ളിലത്തെ ഹെൽത്തിന്റെയാണ്. മുടി ഊരുക, പൊട്ടുക ഒക്കെ പിന്നെ നര വന്നത്. അപ്പൊ നമ്മൾ ആദ്യം പോയി ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മരുന്ന് കഴിക്കുക. ഇത് അതിനുള്ള പരിഹാരമല്ല. ഇത് മുടിയുടെ ടെസ്റ്റ് മാറ്റി ഇങ്ങനെ ഗ്ലാമറിൽ കിടക്കും. പിന്നെ ആഫ്റ്റർ കെയർ ഷാമ്പൂ കണ്ടീഷണർ സിറം സ്പാ ഇതൊക്കെ ചെയ്ത് മൾട്ടി വിറ്റാമിൻ ഗുളികയുടെ കഴിക്കുമ്പോൾ നമുക്ക് നിറച്ചു മുടിയായി പനങ്കല പോലെ മുടിയാകും. അപ്പം എല്ലാരും മുടിയൊക്കെ ചെയ്ത് മുടിയും പല്ലും നല്ല ഒരാൾക്ക് ചേഞ്ച് വരുത്തും. പിന്നെ ദൈവം തന്നെ എല്ലാം നല്ലതായിട്ട് കെയർ ചെയ്യണം കേട്ടോ. സ്കിന്നൊക്കെ ഫേഷ്യൽ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഫേഷ്യൽ ചെയ്യണം. ഇങ്ങനെ ചുളിവുകൾ എന്നൊക്കെ വന്നിട്ട് പിന്നെ ഒറ്റ ദിവസം കൊണ്ടൊന്നും നേരെയാക്കാൻ പറ്റില്ല. പെഡിക്യൂറ് എല്ലാം നല്ല, ബ്യൂട്ടി പാർലർ എല്ലാ സംഭവം നല്ല. ഒത്തിരി ബ്ലീച്ചിട്ട് വെളുപ്പിക്കാൻ നോക്കാണ്ടിരുന്നാൽ മതി. ബാക്കി എല്ലാ സ്പായൊക്കെ ഒത്തിരി നല്ലതാ. മുടിയൊക്കെ ഒത്തിരി ഉണ്ടാകും. എല്ലാം നല്ലതാ. അപ്പൊ എല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ദൈവം തന്നതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. നല്ല ഭംഗിയിൽ കൊണ്ടുനടക്കുക. സാരി പുറമെ മേടിക്കണേനൊന്നും ഈ സ്കിന്നിന്റെയോ ഈ മുടിയുടെ ഒന്നും സൗന്ദര്യം തരാൻ പറ്റില്ല കേട്ടോ. നമുക്ക് എപ്പോഴും ദൈവം തന്നത് തന്നെയാണ് അതിമനോഹരം. അത്രയും മനോഹരമാക്കാൻ നമുക്കൊരു സാധനം വെച്ച് മനോഹരമാക്കാൻ പറ്റില്ലേ? അപ്പം യേശുമ്പരാൻ നിങ്ങളെല്ലാരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശ്രീപ്രിയയുടെ കല്യാണമായിട്ടിരുന്ന് യേശുവിന്റെ കൃപയിൽ 3 മണിക്കൂർ കഴിയുമ്പോൾ അതീവ സുന്ദരിയാകുന്ന കാഴ്ച കാണട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചാലേട്ടോ. ഈ കൊച്ചാ വീടിന്റെ വിളക്കായി, കുടുംബത്തിന്റെ അനുഗ്രഹമായി, ലോകത്തിന് അനുഗ്രഹമായി, അനുഗ്രഹിക്കപ്പെട്ട തലമുറയുടെ അമ്മയാകാനും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കിട്ടാനും എല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചേരെ. ശ്രീപ്രിയ കുട്ടിയുടെ വെഡിങ് എന്റെ തലേദിവസാട്ടോ. ശ്രീനെ പോലെ ശ്രീ ഐശ്വര്യ ആയില്ലേ ഒരുങ്ങിയിട്ട്. നല്ല നാടൻ കുട്ടിയായില്ലേ. ഹാഫ് സാരിയൊക്കെ കൊടുത്ത് അതിലേക്ക് നോക്കി ഒന്ന് പയ്യൊന്നിങ്ങനെ വട്ടം കളിക്കും. മുടി പയ്യൊന്നടിയിൽ കേളാക്കി. ലോങ് ആയത് കാരണം കേളത്തിൽ നിൽക്കില്ല. മുല്ലപ്പൂക്കെ വെച്ച് നല്ല രസമുള്ള ഒരു ഹാഫ് സാരിയുടെ ഇതും വർക്കും മാലയും. എനിക്ക് വളയൊക്കെ കണ്ടിട്ട് എന്തോ മനസ്സൊക്കെ കണ്ടിട്ടൊക്കെ പോണ പോലെ. ഒരുങ്ങിട്ട് ഇഷ്ടപ്പെട്ടോ? ഒരുങ്ങിട്ട് ഇഷ്ടപ്പെട്ടോ എന്നാട്ടോ പറഞ്ഞേ. ശ്രീപ്രിയയുടെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. കൊച്ചിന്റെ കല്യാണ ദിവസമാണ്. സുന്ദരിയായി ഒരുങ്ങിയൊക്കെ ഇഷ്ടപ്പെട്ടേ. അപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കാതെ ഈ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനൊക്കെ വേണ്ടി ശരിയാണ്. ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. നന്നായിട്ട് താരനുണ്ട്. ഈ പ്രായത്തിൽ എല്ലാം വരുന്ന പിള്ളേർക്കും താരനുണ്ട്. താരനുള്ളവരുടെ ബദ്ധ ശ്രദ്ധയ്ക്ക് രാത്രി തല കഴുകരുത്. രാവിലെ അല്ലെങ്കിലും ആരോഗ്യത്തിന് നല്ലത്. ഈർപ്പം ഇരുന്നോണ്ടേ നമ്മുടെ ഞരമ്പിലൊക്കെ നീർക്കെട്ട് കയറിയ വലിയ വലിയ പ്രശ്നങ്ങളാണ്. ചെറുപ്രായത്തിൽ കുഴപ്പമില്ല. ഞാനിപ്പോ ഒത്തിരി അനുഭവിച്ച കഴുത്തിന് കോളറൊക്കെ ഇട്ടു കിടന്ന. എനിക്ക് ഭയങ്കര തിക്കയാണ്. എന്റെ വിരലിങ്ങനെ കൂടിയിട്ടില്ല. ഒരു ഇങ്ങനെ പകുതി പോലും ആവില്ല. അത്ര മുടിയായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ മുട്ടയടിക്കാനൊക്കെ പറഞ്ഞ അത്ര പ്രശ്നമായിരുന്നു ഈർപ്പം കൊണ്ട്. ഇനി ഞാൻ ആഴ്ച 2 ദിവസം തല കഴുകാൻ പറഞ്ഞു. രാവിലെ മാത്രം തലകഴുക്കാക്കി. എന്നിട്ട് ഇപ്പോഴും എനിക്ക് തണുപ്പിന്റെ ഇതുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. താരം ഏറ്റവും മെയിൻ കാരണം താരം വരുന്നതിന്റെ നമ്മുടെ വിറ്റാമിൻ ഡെഫിഷ്യൻസിയാണ്. മൾട്ടി വിറ്റാമിൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ താരം പൊക്കോളും.
പിന്നെ നമ്മുടെ ഷോസ്കോഫിന്റെ മോയ്സ്ചർ കിക്കിന്റെ ഷാമ്പു തല ശരിക്കും കഴുകുക. മോയ്സ്ചർ കിക്കിന്റെ ഷാമ്പു കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുക, തോണ്ടുക, തലയിലേക്ക് ഇട്ട് ഉരുമ്മി കഴുകുക. കണ്ടീഷണർ ഇടുക, അല്ലെങ്കിൽ കണ്ടീഷണർ ഇടുക, ഉണങ്ങുമ്പോ സ്പാ അല്ല സിറം തേക്കുക. ഇങ്ങനെ കൊണ്ടുകിടന്നി അപ്പൊ ഒത്തിരി കുറയും. പിന്നെ അത് ഒത്തിരി എല്ലാവർക്കും ഭയങ്കര റിലീഫാണ് കേട്ടോ മോയ്സ്ചർ കിക്കിന്റെ ഷാമ്പു ഉപയോഗിച്ചേക്കണേ. പിന്നെ ഉലുവ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് ഉലുവ അരച്ച് ഓരോ ഓയിൽ മസാജ് കഴിഞ്ഞിട്ട് ഉലുവ അരച്ച് കഴിയാലും ചെമ്പരത്തിത്താളിയും ഒക്കെ താരം കുറയ്ക്കുമെന്നാ പറയണേ. രാവിലെ അതൊക്കെ ചെയ്യാവുള്ളൂ. അപ്പൊ യേശുവിന്റെ കൃപയാൽ ഈ ഹെയർ ഒന്ന് കാണാം. ഈ ഹെയറിന്റെ മേക്ക് ഓവർ കഴിയുമ്പോൾ പരസ്യത്തിൽ കാണുന്നതിനേക്കാളും അതിമനോഹരമായിട്ട് യേശുവിന്റെ കൃപയാൽ ഈ മുടി മാറണ കാണാവേ. കൊച്ചു പഠിക്കാൻ പോവുക. അപ്പൊ മുടി പിന്നെ ചെലവെടുക്കലും ഇതൊക്കെ പ്രശ്നമല്ലോ. എല്ലാവർക്കും ഇങ്ങനെ സ്റ്റൈലങ്ങ് നടക്കണം. അപ്പൊ ഇനിയത്തെ കാലത്ത് എല്ലാവരും മുടിക്കേക്ക് പല്ല് കമ്പീർന്ന പോലെയൊക്കെ വരും. എല്ലാവരും സ്റ്റൈൽ മെന്നത്തിനായിട്ട് ഹെയറിന്റെ കാര്യം. പിന്നെ ഈ ക്രീം തേച്ചാല് ഒരു കാര്യം, മുടി പോവില്ല, മുടി ഉണ്ടാവും. അതെങ്ങനെ എനിക്ക് ആഫ്റ്റർ കെയറോടെ അവർ ശ്രദ്ധിച്ചിട്ടാണ് ഷാമ്പൂ, കണ്ടീഷണർ, സിറം, സ്പായർ. അത് കാരണം പിന്നെ എല്ലാരും മൾട്ടി വിറ്റാമിൻ എന്നായാലും മുടി ഇതിടുമ്പോ വളർന്നുണ്ട് കേട്ടോ. ആരുടെ മുടി പോയി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന മനുഷ്യരോട് ചോദിച്ചു നോക്കിയേ, ആരുടെ മുടി പോകില്ല. അങ്ങനത്തെ വല്ലവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബോധമില്ലായ്മയാണ്. അപ്പൊ അവർക്ക് ബോധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കേൾക്കരുത്. ഇത് ഏറ്റവും നല്ല കമ്പനിയുടെ ചെയ്യുന്ന ഒരു കുഴപ്പം മുടിക്കുമല്ല. മുടി കൊഴിയണുണ്ടെങ്കിൽ ഇത് ചെയ്ത പരിഹാരമല്ല കേട്ടോ. മുടി കൊഴിയണുണ്ടെങ്കിൽ മൾട്ടി വിറ്റാമിൻ കഴിക്കുക. ഇത് മുടി കൊഴിച്ചിലിനുള്ള പരിഹാരമല്ല, മുടിയുടെ ടെസ്റ്റ് മാറ്റി ഹെയർ റിലാക്സിംഗ് ആണ്. ഹെയർ റിലാക്സ്ഡ് ആക്കിയിടുക. ഇങ്ങനെ കിടന്നോളും, ഹെയർ ഇങ്ങനെ കിടന്നോളും സൂപ്പറായിട്ട്. അപ്പൊ 4 മണിക്കൂർ കഴിഞ്ഞ് അതിമനോഹരമായ കാഴ്ച കാണാം. ഹലോ, ഈ നോക്കണ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടി കണ്ട ഇങ്ങനെയൊക്കെ നെറ്റിയുള്ളപ്പോ ഇങ്ങനെ ഇട്ടാണ്. അപ്പൊ ഇവിടെയൊക്കെ കുറെ കഴിയുമ്പോ നല്ലതായിട്ട് ഹെയർ ഉണ്ടായിക്കോളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ ഹെയർ കൊഴിഞ്ഞു. ഇപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ കൊച്ചിന് ഒരു 5-6 മാസം കഴിയുമ്പോ ഇവിടെ എപ്പോഴും മുടിയാവും. പിന്നെ എപ്പോഴും ഇങ്ങോട്ട് തന്നെ ആയത്, പിന്നെ അങ്ങോട്ടാക്കണം. എപ്പോഴും മുടി ഇങ്ങനെ മുന്നോട്ട് ഇടണേ. ഇങ്ങനെയൊക്കെ പൊക്കാം, ഇങ്ങനെ വികസിച്ചോളും. ഇതിപ്പോ 3 ഇപ്പൊ ചെയ്തല്ലേ ഉള്ളൂ. ഇങ്ങനെ ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിനേക്കാളും ഭംഗിയാണ്. പരസ്യത്തിലുള്ള മുടിയൊന്നും അവരുടെ ഒറിജിനലല്ലോ. ഇത് പരസ്യത്തിനേക്കാളും ഭംഗിയല്ലേ. എത്ര മനോഹരം. പക്ഷെ ഡാൻഡ്രഫ് ഉണ്ട്, ഡ്രൈനെസ് ഉണ്ട്. ഒട്ടും പ്രായമില്ലാത്ത കൊച്ചാ. അപ്പൊ കൊച്ച് ഡിഗ്രിക്ക് പഠിക്കാൻ പോണുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഈ പ്രായത്തില് രക്തം തിളക്കണ പ്രായമാണ്. അപ്പൊ മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കണം എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ ആഫ്റ്റർ കെയർ മോയ്സ്ചർ കിക്കിന്റെ ഷാമ്പു വെരി ഡ്രൈ കെയറിന് ഒത്തിരി നല്ലതാ. കണ്ടീഷണർ, ഷാമ്പു ഇട്ടാൽ കണ്ടീഷണർ ഇടണം. ഷാമ്പു ഇടുമ്പോ മുടിയുടെ പോസ് ഓർക്കും. കണ്ടീഷണർ ഇട്ടാൽ മാത്രമേ പോസ് അറിയുള്ളൂ. ഉണങ്ങുമ്പോ സിറം തേച്ച് ഇങ്ങനെ യൂസ് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പാ ചെയ്യണം. മൾട്ടി വിറ്റാമിൻ ഇത്രയായ അടുത്ത തവണ ഇതിന്റെ ഇരട്ടി ഡബിൾ ഇരട്ടി മുടി വരും. മുടി ഭയങ്കര പോലെയാകും. അപ്പൊ ഇത് കണ്ടല്ലോ, മോളെ ഇഷ്ടപ്പെട്ട? കൊച്ചിന് ഇഷ്ടപ്പെട്ട് കൊച്ചു വണ്ടർ അടിച്ചിരിക്കുക. അപ്പം ശരി. എന്താ ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. ഈ മുടി മൊത്തം ഒന്ന് കാണാട്ടോ. മുടിക്ക് തിക്നെസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് നന്നായിട്ട് പൊട്ടിയിരിക്കണം. വേണ്ടോ, പൊട്ടിയിരിക്കണം. ഇവിടെ എങ്ങാണ്ട് പണ്ടൊക്കെ ചെയ്താ 2 വർഷം മുമ്പ് ചെയ്താന്ന് തോന്നുന്നു. നല്ല പൊട്ടി, നല്ല പ്രസി. അതേ കണ്ടോ, ഈ മുടിക്കൊക്കെ ഇത്രയും നീളമുള്ളൂ. എല്ലാം പൊട്ടിപ്പോയേക്കുവാ. കണ്ടമാനം ചെയ്യുമ്പോ പൊട്ടിപ്പോവാന്ന് പറഞ്ഞു. അതിന് മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കണം പൊട്ടലിന്. അപ്പൊ നമ്മൾ ഈ മുടിയുടെ ടെക്സ്ചർ മാറ്റും, സോഫ്റ്റ് ആക്കും, ഡ്രൈനെസ് അങ്ങ് മാറും. അപ്പം യേശുവിന്റെ കൃപയാല് 4 മണിക്കൂർ കഴിയുമ്പോ അതിമനോഹരമായ കാഴ്ച കാണാം. ഈ മുടി പരസ്യത്തിനെ വരുന്ന മുടിയാക്കി കാണിക്കാം. ഈ നോക്കണ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് യേശുവിന്റെ കൃപ എവിടെയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ മുടി നല്ല ഡ്രൈയും പ്രസ് ചെയ്യാം. അതൊക്കെ നന്നായിട്ട് ആക്കിയെടുക്കണം. ഞാൻ പറഞ്ഞത് നല്ല ഉള്ളില് നല്ല പരസ്യത്തിൽ കാണണം. പരസ്യത്തിലൊക്കെ കാണുന്നത് കൂടിയതാട്ടോ. ഇതൊക്കെ അവരുടെ ഒറിജിനലാ. നല്ല ഭംഗിയില്ല. ആദ്യം കണ്ട മുടിയാണെന്ന് നോക്കി. അതിമനോഹരമായ മുടി, സൂപ്പർ സൂപ്പർ. അപ്പൊ ഇനി ഇത് പരിപാലിക്കാൻ ഞാൻ പിന്നെ ലേശം എന്ന സംബന്ധം ദൈവം തന്ന എല്ലാം നല്ല ഇത്രയും മുടിയൊക്കെ നല്ല കെയർലെസ് ആയിട്ട് കിടക്കും. അതിന്റെ നല്ല ഷാമ്പു, ഇന്റർനാഷണൽ കമ്പനി ഷോസ്കോസിന്റെ മോയ്സ്ചർ കിക്കിന്റെ ഷാമ്പു
തലയോട്ടിയിട്ട് ഇട്ടിട്ട് പതിപ്പിച്ചോ, ഡ്രൈനസ് ഉണ്ടാവില്ല, മോയ്സ്ചറൈസാ. അപ്പൊ താരനും പൊക്കോളും, മുടിക്കും ഒത്തിരി നല്ല. അത് കഴിഞ്ഞ് കണ്ടീഷണർ ഇടുക, ഉണങ്ങുമ്പോ സിറം ഇടുക, ഇടയ്ക്ക് സ്പാ ചെയ്തുകൊണ്ടിരിക്കുക, ആരോഗ്യത്തിന് മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കുക. പനങ്കൊല എല്ലാവർക്കും ഉണ്ടാവും. ഇത് എന്നോട് ചോദിച്ചു. ഇത്രയും പത്തിങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. അപ്പൊ ഈ മുടി ഒന്ന് കാണാട്ടോ. സിൽക്കി ഹെയർ ഒക്കെയാ മുടിയുടെ. ഇത് ഞാൻ പറഞ്ഞു അടിയിൽ ചെറിയ കേളൊക്കെ കാണാം. ഇങ്ങനെ ഒരു ചുരുണ്ടിരിക്കുന്നവർക്കൊന്നും കേളേ വേണ്ട, മൊത്തം നിവർന്ന് നല്ല സ്റ്റൈലായിട്ട് യേശുവിന്റെ കൃപയാല്. ഇത് ഇപ്പൊ കാണുമ്പോൾ മുടിയില്ലാന്നൊക്കെ തോന്നൂലേ? മുടിയൊന്നുമില്ല, മേലിലൊക്കെ ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഫ്രണ്ട് ഒന്നുമില്ല. അപ്പൊ മുടിയില്ലാന്ന് തോന്നിക്കും. ഇത് പക്ഷെ നല്ല മനോഹരമായ കാഴ്ച യേശുവിന്റെ കൃപയാ കാണാം. ഹലോ, ഈ മുടിയുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മുടി ഒന്ന് കാണാട്ടോ. നിങ്ങളങ്ങനെ കണ്ടതല്ലേ? ഇതൊക്കെ ഒട്ടും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഈ മുടി അവസ്ഥ മുടിയില്ലേ? അങ്ങോട്ട് നോക്കാം. ഉള്ളിൽ തോന്നിക്കേണ്ടത് ഈ ഹെയർ ഗുണം. നാച്ചുറൽ ലുക്കും തോന്നിക്കും, ഉള്ളിൽ തോന്നിക്കും. മോളോട് ഞാൻ പറഞ്ഞ അടിയിലൊരു വളവ് വെക്കാന്ന്. പെർമനന്റ് ബ്ലോ ഡ്രൈ പോലെ പെർമനന്റ് ബ്ലോ ഡ്രൈ നമ്മൾ ചെയ്യേ. അപ്പൊ ഇന്ന് വന്ന എല്ലാവരോടും പറഞ്ഞിട്ട് ആർക്കും വളവ് വേണ്ട, അവർക്കൊക്കെ നിവർന്ന് നേരെ കിടക്കണം. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? അടുത്ത ആക്കടെ വളച്ചൊക്കെ ഇടാം. ഇത് കണ്ടോ? ഇതിപ്പോ നമ്മള് കഴുകി ഡ്രയർ വെച്ച് ഉണക്കിയുള്ളൂ, സെറ്റിങ്ങും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കഴുകി ഉണങ്ങുമ്പോ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കാണിച്ചാൽ മതി, എല്ലാം ഓക്കെയാണ്. എത്ര മനോഹരം, നല്ല ഉള്ളു തോന്നിക്കണല്ലേ? ഇഷ്ടം പോലെ ഉള്ളുണ്ട്. ഇത് നീണ്ടോളും. ഈ ഷാമ്പു, കണ്ടീഷണർ, സിറം, സ്പായ, മൾട്ടി വിറ്റാമിൻ ഇതിന്റെയൊക്കെ ഇങ്ങടെ ആവശ്യമാണ്. പനങ്കൊല ഉണ്ടായി. ഇവരെല്ലാം പുറത്തുള്ളവരെ ഇനി അടുത്ത വർഷം ചെയ്യാൻ വരുമ്പോ ഇരട്ടി കാശ് മേടിക്കാൻ പോകുന്നത് നല്ല തിക്നെസ് ആയിട്ട് ഇങ്ങനെ വരുള്ളൂ. നല്ല നല്ല തൊട്ട നല്ല ഇങ്ങനെ സൂപ്പർ ആയിട്ട് കിടക്കണം. ഡ്രൈനസ് ഒക്കെ പോയി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്നാട്ടാ പറഞ്ഞ. മാസ്ക് വെച്ചാലും കേട്ടില്ലല്ലോ. ഇഷ്ടപ്പെട്ടു. ശരിയല്ല. ഹലോ, എല്ലാവർക്കും സുഖമല്ലോ അല്ലെ? ഈ മക്കളെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. തലയില് 1 കിലോ എണ്ണയൊക്കെ വെച്ച് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഹെയർ മേക്ക് ഓവർ മാറിയ പോലെയാകും കേട്ടോ. വണ്ണവും പകുതി കുറഞ്ഞ് നല്ല അതീവ സുന്ദരിയായി ഒരു വേറൊരു ലെവലാകും. അതാണ് ഹെയർ മേക്ക് ഓവർ. ഇത് കണ്ടോട്ടോ, മുടിയുടെ ഇതാണ് മുടി. ഇതിങ്ങനെയൊക്കെ കെട്ടിവെച്ചിട്ടാ വന്നത്. ഇനി ഇത് കണ്ടോ, യേശുവിന്റെ കൃപയാല് ഈ മുടി പനങ്കലയാകുന്ന കാഴ്ച ഒരു 4 മണിക്കൂർ കഴിയുമ്പോ കാണാവേ. അപ്പൊ ശരിയാണ്. ഈ മോളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു. കണ്ടോ? എനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഞാൻ പറയില്ല മോളാന്ന്, സ്വന്തം മോളാന്ന് നോക്കൂന്ന്. എനിക്ക് തിരിച്ചറിയാനേ പറ്റില്ല. ആളാളാക്കൾ മാറിപ്പോയി. വണ്ണൊന്നും തോന്നിയില്ല, ഒത്തിരി ന്യൂജനായി. 20-25 വയസ്സ് കുറഞ്ഞോളൂ. ഇവിടെ ഒട്ടി പതിഞ്ഞ് ഇങ്ങനെയാണ് ഇരുന്ന ആളാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പൊ അതേ കൂടുതൽ 3 ദിവസത്തേക്ക് നന്നായിട്ട് പോകും. ഇതിപ്പോ നമ്മളിപ്പോ ചെയ്തോളൂ. അപ്പൊ ഇപ്പൊ കഴിയുള്ളൂ. ചെറിയൊരു ഹോട്ടലിൽ ചെയ്തോണ്ടിരിക്കുന്നവർക്ക് അറിയാം ഇത് വരും. ഇവിടെ ഒക്കെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് മുടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിടണം. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് മുടി എപ്പോഴും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കൊള്ളുന്നുണ്ടോട്ടോ? നിങ്ങൾക്ക് തന്നെ ഈ മുടി ഇത്രയുള്ള മുടിക്കാരെ കണ്ടോ? ശരിക്കും പരസ്യത്തില് ഇത്രയും ഭംഗിയിൽ കാണുന്നത് നോക്കാം. എനിക്ക് ഭംഗിയാണ്. ഇനി മൾട്ടി വിറ്റാമിൻ ഗുളികയും കഴിച്ച് മാസ്ക് സ്പ്രേ ചെയ്ത് ആഫ്റ്റർ കെയർ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ഈ മുടിയൊക്കെ പനങ്കുലി പോലെയാണ്. മുടി ഇല്ലെന്നുള്ള ദുഃഖം മാറുക. മുടി ഇല്ലാത്തവരുടെ ഗത്ത് സംഭവിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. പണ്ടത്തെ കാലത്തെ പോലെയല്ല. പല്ല് പൊങ്ങിയെന്ന് പറഞ്ഞ കോൺട്രമ്പലും പിടിച്ച് ആരംഭിക്കുന്നല്ലോ. ഇപ്പൊ എല്ലാവരും എന്ത് സാഹസപ്പെട്ടു അതിന് കാശും തോന്നും നോക്കാറില്ല. എല്ലാവരും പല്ല് കെട്ടിക്കാറില്ലേ? അതുപോലെയാ മുടിയിൽ നോക്കി നിങ്ങൾ ദുഃഖിക്കണ്ട. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം ചെയ്തിട്ട് പനങ്കുലി ആയിട്ട് എന്നോട് ചോദിച്ചു. വിറ്റാമിൻ ഗുളിക കഴിക്കാൻ മുടിയെ തൊടുന്നറിയാം. പക്ഷെ ഈ നോക്കിയുടെ മുടിയുണ്ടല്ലോ, എന്നിപ്പോ 2-3 പേര് ചെയ്താൽ ഞാൻ നോക്കുക. കുഞ്ഞി പിള്ളേരുടെ മുടി ചെയ്ത് കഴിഞ്ഞിട്ടും ഡ്രൈ ആകും. അവർക്ക് ഇത്രയും സോഫ്റ്റ് ഇല്ല. ഇങ്ങനെ പിടിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ സോഫ്റ്റായി ഭയങ്കരമായിട്ട് കരുത്ത്. അത് ശ്രദ്ധിക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം. മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കണം. ഫുഡ് കഴിക്കാൻ എല്ലാവരുടെ കുടുംബത്തിലുണ്ട്. അത് കൺവേർട്ടായിട്ട് വിറ്റാമിൻ ആകാത്തത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഒരു അറിയില്ല.
ഡോക്ടർമാരോട് ഇറച്ചിനെ കപ്പങ്ങ എന്നൊക്കെ പറയും. ഇതൊക്കെ ഞാൻ തിന്നതാ, എന്നിട്ടും ഈ കുറവുകളുണ്ട്. അപ്പൊ കുറവെല്ലാം നിൽക്കാൻ നമുക്ക് മൾട്ടിവിറ്റാമിൻ. വൈറ്റ് ഹെയർ വന്നിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. വൈറ്റ് ഹെയർ വന്നാൽ 15 ദിവസം കൂടുമ്പോ കളർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഭയങ്കര തലവേദന പറയണ ഇപ്പൊ കേട്ട അനുസരണത്തിന്റെ നാട്ടിൽ പോയ അനുഗ്രഹത്തിന്റെ വീട്ടിൽ കയറും. കണ്ടോ, അടിപൊളിയായിട്ട് കിടക്കാം. ഇതിലൊന്നും വൈറ്റ് ഹെയർ ഒന്നും ഇല്ല അല്ലേ? അതിലേക്ക് ഉള്ളൂ. ഇപ്പൊ കല്യാണ കൊച്ചുങ്ങൾ തന്നെ അപ്പടിയും വൈറ്റ് ഹെയറാ. അതിമനോഹര. ഇഷ്ടപ്പെട്ട മോളെ? ഇഷ്ടപ്പെട്ട് നന്നായിട്ട് വന്നേക്കണേ. ഇതൊരു വളരെ ശാന്തശീലം, എനിക്ക് മാത്രം ശബ്ദമുള്ളൂ. അപ്പൊ ശരിയല്ല. ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. ഈ മുടി മൊത്തം കാണാട്ടോ. മുടിക്ക് തിക്നെസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് നന്നായിട്ട് പൊട്ടിയിരിക്കണം. വേണ്ടോ, പൊട്ടിയിരിക്കണം. ഇവിടെ എങ്ങാണ്ട് പണ്ടൊക്കെ ചെയ്താ 2 വർഷം മുമ്പ് ചെയ്താന്ന് തോന്നുന്നു. നല്ല പൊട്ടി, നല്ല ഫ്രസി. അതേ കണ്ടോ, ഈ മുടിക്കൊക്കെ ഇത്രയും നീളമുള്ളൂ, എല്ലാം പൊട്ടിപ്പോയേക്കുവാ. കണ്ടമാനം ചെയ്യുമ്പോ പൊട്ടിപ്പോവാന്ന് പറഞ്ഞു. അതിന് വല്ല മൾട്ടിവിറ്റാമിൻ ഗുളിക കഴിക്കണം പൊട്ടലിന്. അപ്പൊ നമ്മൾ ഈ മുടിയുടെ ടെക്സ്ചർ മാറ്റും, സോഫ്റ്റ് ആക്കും, ഡ്രൈനെസ് അങ്ങ് മാറും. അപ്പം യേശുവിന്റെ കൃപയാല് 4 മണിക്കൂർ കഴിയുമ്പോ അതിമനോഹരമായ കാഴ്ച കാണാം. ഈ മുടി പരസ്യത്തിനെ വെല്ലണ മുടിയാക്കി കാണിക്കാം. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് യേശുവിന്റെ കൃപ എവിടെയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ മുടി നല്ല ഡ്രൈയും ഫ്രസിയാ. ഇനി അതൊക്കെ നന്നായിട്ട് ആക്കിയെടുക്കണം. ഞാൻ പറഞ്ഞത് നല്ല ഉള്ളില് നല്ല പരസ്യത്തിൽ കാണണം. പരസ്യത്തിലൊക്കെ കാണുന്ന കൂടികളാട്ടോ. ഇതൊക്കെ അവരുടെ ഒറിജിനലാ. ഇത് നല്ല ഭംഗിയില്ല. ആദ്യം മുടിയാണെന്ന് നോക്കി, അതിമനോഹരമായ മുടി. സൂപ്പർ. അപ്പൊ ഇനി ഇത് പരിപാലിക്കണം. ഞാൻ പിന്നെ ലേശം എന്ന സംബന്ധിക്കും എല്ലാം നല്ല ഇത്രയും മുടിയൊക്കെ നല്ല കെയർലെസ് ആയിട്ട് കിടക്കും. അതിന്റെ നല്ല ഷാമ്പു, ഇന്റർനാഷണൽ കമ്പനി ഷോസ്കോസിന്റെ മോയ്സ്ചർ കിക്കിന്റെ ഷാമ്പു തലയോട്ടിയിട്ട് ഇട്ടിട്ട് പതിപ്പിച്ചോ. ഡ്രൈനെസ് ഉണ്ടാവില്ല, മോയ്സ്ചറൈസാ. അപ്പൊ താരനും പൊക്കോളും, മുടിക്ക് ഒത്തിരി നല്ല. അത് കഴിഞ്ഞ് കണ്ടീഷണർ ഇടുക, ഉണങ്ങുമ്പോ സിറം ഇടുക, ഇടയ്ക്ക് സ്പാ ചെയ്തുകൊണ്ടിരിക്കുക, ആരോഗ്യത്തിന് മൾട്ടിവിറ്റാമിൻ ഗുളിക കഴിക്കുക. പനങ്കൽ എല്ലാവർക്കും ഉണ്ടാവും. ഇത് എന്നോട് ചോദിച്ചു. ഇത്രയും പത്തിങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മുള മുടി ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഈ മുടി ചെടയൊക്കെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ സിൽക്കി ഹെയർ ആണ്. ചെടയുണ്ട്, കേളിയാണ്. കേളി ഹെയർ വന്നു. ഒത്തിരി കേളിയൊന്നും അല്ല. അപ്പൊ ചെറിയൊരു കേള അടി വരുത്തിയാലും കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. അപ്പൊ നമുക്ക് നോക്കാം. യേശുവിന്റെ കൃപയാല് ഇത് അതിമനോഹരാണ് കാഴ്ച കാണാട്ടോ. ഇതിപ്പോ കണ്ടല്ലോ അല്ലേ, മുടി കണ്ടല്ലോ. അപ്പൊ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോ ഈ മുടി പരസ്യത്തിന് വെല്ലണ പോലെയാവുന്നത് യേശുവിന്റെ കൃപയാൽ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ. ചോറ് കഴിഞ്ഞോട്ടെ. ഈ മോക്കടെ ആ മുടിയാണ് മുടിക്ക് വേണ്ട ഉള്ളു തോന്നിക്കല്ലേ. ഈ ഹെയർ ലാക്സിങ്ങിന്റെ ഗുണേന വെച്ചാൽ ഇവിടുത്തെ പോലെ തന്നെ ഇവിടെ ഉള്ളു തോന്നിക്കും. ഇവിടെ ഉള്ളു തോന്നിക്കണില്ലേ നോക്കിക്കേ. പിന്നെ ഈ മുടിയൊക്കെ ആശാത്തി വരെ ഒട്ടും പ്രായമൊന്നുമില്ല. എനിക്കിപ്പോ വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ട്, അതൊക്കെ പ്രായമായില്ലേ. അപ്പൊ ഞാൻ ഓർക്കുക, അപ്പൊ പ്രായമൊന്നും അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് 60 വയസ്സൊക്കെ ആകുമ്പോൾ അന്ന് നരക്കണത്. ഇപ്പൊ കല്യാണപ്പിള്ളേർക്കൊക്കെ അറിയാം, ആർക്കും ഒരു കൂസലില്ല. പക്ഷെ ഇപ്പൊ ഈസി ആയിട്ട് ഇരിക്കും കേട്ടോ. കളർ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ വിഷമം അറിയണം. ഫ്രണ്ടിലൊക്കെ വൈറ്റ് ഹെയർ വരുമ്പോ മാസത്തിൽ 2 പ്രാവശ്യം കളർ ചെയ്ത് എന്ത് തലവേദന അറിയാം. മൾട്ടിവിറ്റാമിൻ ഗുളിക കഴിക്കുക, അതൊക്കെ വൈറ്റ് ഹെയർ ഒക്കെ അങ്ങ് മാറിക്കോളും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കെയർലെസ് ആയിട്ടാണ് ചെയ്ത് കണ്ടോ. എന്റെ ഉള്ളിലതേ ഇതാണ് ഹെയർ ലാക്സിങ്ങിന്റെ ഗുണം. ഇതിനോട് അടി കേളാക്കണം കൊണ്ട് കേളാക്കിച്ചില്ല കേട്ടോ. ഈ കേളുള്ളവർക്ക് ആർക്കും കേള് വേണ്ട, നമുക്ക് നോർന്നാ മതി. അപ്പൊ കേള് വേണ്ടാന്നുണ്ട്. അപ്പൊ അതേ കേളൊന്നുമില്ല. സൂപ്പറായിട്ട് ഇത്രയേ ഉള്ളില് നിങ്ങൾ കണ്ടതാ ആദ്യത്തെ മുടിയുടെ ഉള്ളിൽ യേശുവിന്റെ കൃപയാല് നല്ല തിക്ക് വെച്ചില്ലേന്ന് നോക്കിക്കേ. എനിക്ക് പോലും അതിശയം. നല്ല തിക്ക് വെച്ചു കേട്ടോ, നല്ല തിക്ക്. അപ്പൊ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു തല കുലുക്കിട്ടോ. ശരി എന്നാ. ഈ മുടി സ്ട്രെയിറ്റ് മുടിയാട്ടോ. അങ്ങനെ ഒത്തിരി സ്ട്രെയിറ്റ് അല്ല, ചെറിയൊരു വളവൊക്കെ ആയിട്ട്. പക്ഷെ ഉള്ളൊട്ടൂല. തിൻ ഹെയറില്ലേ,
അപ്പോൾ ഭയങ്കര ഇങ്ങനെ ഇടയ്ക്ക് വളഞ്ഞൊക്കെ കയറുന്ന ഒരു സ്ട്രക്ചർ. യേശുവിന്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്ന കാഴ്ച. ഒരു 4 മണിക്കൂർ, എല്ലാത്തിനും 4 മണിക്കൂർ വേണേ. നിങ്ങളൊക്കെ വരുമ്പോൾ രാവിലെ വരാൻ ആഗ്രഹിച്ചു വന്നട്ടോ. പിന്നെ എപ്പോഴും മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കാൻ മറക്കരുത്. വൈറ്റ് ഹെയർ വലിയ അപകടകാരിയാണ്. നമുക്ക് എപ്പോഴും കളർ ചെയ്തൊക്കെ വലിയ തലവേദനയാട്ടോ. അപ്പോൾ ഇതിന്റെ കാഴ്ച നമുക്കൊരു 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാവേ. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കണേ. അതാ ഞാൻ ഈ മൾട്ടി വിറ്റാമിൻ കഴിക്കണം എന്ന് പറഞ്ഞാൽ. ആകെ ഇത് ഉള്ളൂട്ടോ. അകലേന്ന് കണ്ടപ്പോൾ പിന്നെയും തോന്നി. ഇതേ ക്ലോസപ്പ് കണ്ടപ്പോൾ മനസ്സിലായില്ല എന്തോരം ഉണ്ടെന്ന്. ഇങ്ങനെ കാണുമ്പോൾ മുടിയില്ലാന്ന് ഓർക്കും. ചെയ്ത് കഴിയുമ്പോൾ കാണുമ്പോൾ കണ്ടോട്ടോ, നല്ല മുടിയായിട്ട് നല്ല ഭംഗിയിലിരിക്കും. ഇതിപ്പോൾ കണ്ടിട്ടുണ്ട് ഈ കൊച്ചിന്. എന്നാ മുടി. മറ്റത് കാണുമ്പോൾ കാണാം മുടിയുള്ള കൊച്ചെന്നറിയപ്പെടും. ഇതിപ്പോ ആ മുടി ഇപ്പൊ കണ്ട ഒരു ഉള്ളൊക്കെ തോന്നിക്കില്ലേ? മുടി ആ ഒരു ചെറുതായിട്ട് അടിയൊക്കെ ഒന്ന് വെട്ടി. അത് കാരണം ഒരു നാച്ചുറൽ ലുക്ക് ഇങ്ങനെ വാല് പോലെ കിടക്കുമായിരുന്നു. അത് അടി വെട്ടിയതിന്റെ പ്രോബ്ലം. അത് വെട്ടിയില്ലായിരുന്നെങ്കിൽ ശരിക്കും നാച്ചുറൽ ആയിട്ട് തന്നെ തോന്നിക്കുമായിരുന്നു. ഇപ്പൊ ഒരു നല്ല ഒരു ഉള്ളൊക്കെ തോന്നുന്നു. ഇനി ആഫ്റ്റർ കെയർ, ഷാമ്പൂ, കണ്ടീഷണർ, സിറ, ഇടയ്ക്ക് സ്പായ, മൾട്ടി വിറ്റാമിൻ, ഇതോടുകൂടി മുടി പനങ്കൊലയായി പോകും. അപ്പോൾ പനങ്കൊലി ആയിക്കോളും. എല്ലാവരും അത് ഓർത്തേച്ചാൽ മതി കേട്ടോ. മുടിയുടെ ട്രീറ്റ്മെന്റ് ചെയ്ത് ആഫ്റ്റർ കെയർ മസ്റ്റാട്ടോ. ആ കമ്പനിയുടെ തന്നെ ഷാമ്പൂ, കണ്ടീഷണർ, മോയ്സ്ചർ കിക്കിന്റെ ഷോസ്കോപ്പിന്റെ ഷാമ്പൂ നമ്മൾ പ്രിഫർ ചെയ്യണം. അത് ഒത്തിരി നല്ലതാണ് ഹെയറിന്. മോയ്സ്ചറൈസ്, തലയോട്ടിക്കൊക്കെ ഡ്രൈനസ് വരത്തില്ല. അത് കാരണം താരനേ ഉണ്ടാവൂല. ഭയങ്കര മുടി സോഫ്റ്റും ആകും. അപ്പോൾ ഈ മുടി ഇനി അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഈ മോള് അയർലൻഡിന് പോവുക. അപ്പൊ പിന്നെ അവിടെ ഇതെല്ലാം ലോകമെമ്പാടും ഈ സാധനം കിട്ടിക്കോളും. അപ്പൊ പിന്നെ നന്നായിട്ട് മുടി, ഇനിയിപ്പം മുടീനെ നോക്കി അവിടെ ഒന്നും ചെന്നിട്ട് മുടിയൊന്നും ശ്രദ്ധിക്കേണ്ട, ഓടിപ്പാഞ്ഞു നടക്കാം. അപ്പോൾ ഇതിന്റെ കാഴ്ച കണ്ടല്ലോ. അപ്പോൾ ശരി എന്നാ. ഹലോ, ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. മുടി ഒന്ന് കണ്ടോട്ടോ. അപ്പൊ വന്നോളൂ. ഇങ്ങനെ മുടിയുള്ളവര് ദുഃഖിക്കണ്ട. യേശുവിന്റെ കൃപയാൽ ഇപ്പൊ അതിമനോഹരമായ കാഴ്ച കണ്ടോ. അത് കഴിഞ്ഞ് ആഫ്റ്റർ കെയർ, ഷാമ്പൂ, കണ്ടീഷണർ, സിറം ഒക്കെ തേച്ച് ഇത് എടുക്കാൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരാം. ഈ കൊച്ചിനെ തന്നെ വീഡിയോ കൊടുക്കുക. ഞങ്ങൾ പിന്നെ കുറെ കഴിയുമ്പോൾ അവിടെ വീഡിയോ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഈ മുടി പനങ്കലയുള്ള കാഴ്ച അടുത്ത ഒരു 6-7 മാസം കഴിയുമ്പോൾ ഈ കൊച്ചു തന്നെ വരും. അപ്പൊ ഇപ്പൊ യേശുവിന്റെ കൃപയാൽ 4 മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ ഭംഗി കാണാട്ടോ. അപ്പൊ സേവ് ചെയ്യണം. ഈ മോളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റണ്ട ഹെയർ ആവശ്യത്തിന് ഹെയർ ആയില്ലേ. ഇവിടെ നോക്കിക്കേ, ഉള്ളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കി, ഇതൊക്കെ കൊച്ചിന്റെ കൂടി തന്നെയാട്ടോ. ഭയങ്കര രസമായില്ലേ. അതിന്റെ മുഖം കാണിച്ചിട്ട് മുഖത്തിന് വന്ന ചേഞ്ച് കാണാം. ആളിപ്പോ ഒരു ഭാവന സ്റ്റൈലായി. ആ കൊച്ചു മുഖം കാണിക്കില്ല, എന്താ ചെയ്യട്ടെ. നല്ല രസമായി. കാരണം മറ്റേ മുടിയായിട്ട് വരുമ്പോ വേറൊരു ഇത് നാടൻ മോശ. ഇപ്പൊ നല്ല മോഡേൺ ഭാവന പോലെ ഇരിക്കണേ. എന്നാ പറയാനാ, എന്നെ കൊച്ചിന്റെ പേര് ഭാവന. മുഖം കാണിക്കാൻ പറഞ്ഞാൽ പിന്നെ ഒറ്റയൊന്നും കാണിക്കില്ല. എന്താ ചെയ്യണത്? ഇത് രസമല്ലേ. ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ട് കേരളാസിന്റെ ഗുണം വെച്ചാൽ ഇവിടുത്തെ ഉള്ള പോലെ ഇവിടെ 4 കൂടെ ഉള്ളൂ. കുറെ നീണ്ടിങ്ങനെ നിന്നാൽ ഞാൻ കളഞ്ഞു. ഇവിടെ അടിയിൽ ഉള്ളു തോന്നിക്കുന്ന രീതി ചെയ്യാൻ പറ്റും കേരളാസിന്. അപ്പൊ ഇതിന്റെ അടിയിലൊക്കെ ഒരുമാതിരി ഉള്ളു തോന്നിക്കുന്നില്ലേ. അപ്പൊ ഇങ്ങനെ അധികം വൃത്തിയായിട്ടല്ല, മറ്റേ ചൂല് പോലെ വരില്ല. ഇതിപ്പോ ഈ കൊച്ചിന്റെ ഒറിജിനൽ നമ്മൾ കണ്ടാലല്ലേ ഇപ്പൊ ഭയങ്കര ഭംഗിയിലിരിക്കണില്ലേ. യേശുവിന്റെ കടയാൽ അതിമനോഹരമായ മുടിയായിരിക്കും. അപ്പൊ ഇങ്ങനെ സ്പായും ആഫ്രിക്കയിലെ ഷാമ്പൂ, കണ്ടീഷണർ, ഇതൊക്കെ കൂടി അടുത്ത ആ പനങ്കലയായിട്ട് റീയടിക്കാൻ വരേണ്ടി വരും. അപ്പൊ കുറെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നമുക്ക് ശരിയല്ല, പക്ഷെ മുഖം കാണിക്കില്ല. ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഇനി ഇതിന്റെ ഹെയർ ഒന്ന് കാണാതെ. ഈ കെയറൊന്നും വേണ്ടെന്നാട്ടോ പറഞ്ഞേ. മോള് പുറത്താ. അപ്പൊ എപ്പോഴും മുടിയൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോ ഡ്രൈനസ് ഒന്നും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, പുറത്തുള്ളവര് വരുമ്പോ അവരുടെ ഹെയർ പിടിക്കുമ്പോ അവരുടെ ആ ഷാമ്പൂ, കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യുന്ന ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്ക് അവരുടെ ഹെയർ പിടിക്കുമ്പോ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്നവർക്ക് ഡ്രൈനസ് ഇച്ചിരി കുറവാ. പക്ഷെ ഇനി മറ്റേ ഷാമ്പൂ ഇടുമ്പോ അറിഞ്ഞുകൊള്ളട്ടോ. എപ്പോഴും എത്ര പൊട്ടിപ്പൊളിഞ്ഞ മുടിയായാലും ഇപ്പൊ പിടിക്കുമ്പോ ഡീപ് പെൻസിൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അതിന്റെ തനി രൂപം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മുടി ആർക്കും കേളൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പറഞ്ഞു എന്റെ ബ്ലോ ഡ്രൈവ് വേണമെന്ന്. അപ്പൊ പറഞ്ഞു ആദ്യം ഇച്ചിരി മുമ്പ് വന്ന കൊച്ചിന്റെ ബ്ലോ ഡ്രൈവ് ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞ. ആ കേളം വെട്ടി പോകുമ്പോ അതിന്റെ ഭംഗി പോകുമല്ലോ.
അപ്പോ ഇത് ഇനി യേശുവിന്റെ കൃപയാല് അതിമനോഹരമാകുന്ന കാഴ്ച ഒരു 4 മണിക്കൂർ ഇപ്പൊ കാണാതെ. നമ്മുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇപ്പൊ കഴിയുള്ളൂ. മോക്ക് മുടി ഫ്രണ്ടിൽ കുറവാ. 3 ദിവസം കഴിഞ്ഞ് കഴുകാൻ വരുമ്പോഴൊക്കെ ഇച്ചിരി പോകുട്ടോ. എല്ലാം എന്റെ അങ്ങനെയായിരിക്കും. ചില ഹെയർ മേളില് ഒക്കെ നമുക്ക് ബാക്കി വരാം. പരസ്യത്തിൽ കാണേക്കാളും ഒരു മനോഹരം. ശരിക്കും പരസ്യത്തിലൊക്കെ കാണുന്ന മുടിയൊക്കെ വെച്ചൊക്കെയാണ്. ഇതൊക്കെ അവരുടെ ഒറിജിനൽ മുടിയാട്ടോ. യേശുവിന്റെ കൃപയാൽ ഇത് അതിമനോഹരമായതുണ്ടോ പരസ്യത്തിനേക്കാളും ഭംഗിയായിട്ട്. അതിമനോഹരായി. ഇഷ്ടപ്പെട്ടോ അമ്മ?